എൻ്റെ പേര് നയന നിരീഷ്. ഞാൻ JHS ജമൽ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അനുസൃത. ഞാനും 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ക്രിസ്റ്റ്യന റോയ്. ഞാനും 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക മികവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്തത്. കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ല പ്രകൃതി സൗന്ദര്യത്താലും സാംസ്കാരിക പാരമ്പര്യത്താലും ഏറെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ കാടുകൾ, മലകൾ, കുന്നുകൾ, പുഴകൾ, അരുവികൾ നിറഞ്ഞ പ്രകൃതിയും മനുഷ്യരും ഐക്യത്തോട് ജീവിക്കുന്ന ജീവിത രീതിക്ക് ഉത്തമ ഉദാഹരണമാണ്. ഇടുക്കിയുടെ സംസ്കാരം അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും സംസ്കാരവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക സമ്പത്ത് കേരളത്തിൻ്റെ തന്നെ സമഗ്രമായ ഭാഗമാണ്. സാംസ്കാരിക പാരമ്പര്യം. ഇടുക്കി ജില്ലയിൽ പലതരത്തിലുള്ള ഭാഷ, വർഗം, മതം എന്നിവയിലുള്ള ജനങ്ങളുണ്ടെങ്കിലും സംസ്കാരപരമായി ഇവർ ഒരുമിച്ചാണ്. ഇടുക്കിയിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് അവരുടേതായ പ്രാദേശിക കലകളുണ്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക സമ്പത്താണ്. മലയർ, ഊരാളി തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾക്ക് അവരുടേതായ ഗാനനൃത്ത ശൈലികളും ഉത്സവങ്ങളും ഉണ്ട്. കൊരമ്പൻ പാട്ട്, കുരവ നൃത്തം, തുടുകൂട്ടുകളി, മാർഗം കളി, കോളക്കളി തുടങ്ങിയവയാണ് അവരുടെ പ്രാദേശിക നൃത്ത കലാരൂപങ്ങൾ. സ്ത്രീകളും പുരുഷരും ഒരുപോലെ ഒരു വ്യത്യാസവുമില്ലാതെയാണ് അവർ ഈ കലാരൂപങ്ങൾ ആചരിച്ചു വരുന്നത്. അതിനാൽ തന്നെ സമൂഹത്തിൽ ഐക്യത്തിൻ്റെയും പരസ്പര ബഹുമാനവും ഇത് ഉയർത്തുന്നു. ഇടുക്കിയിലെ ജനങ്ങൾക്ക് മതപരമായ അതിരുകളില്ല. അവരെ എല്ലാ ഉത്സവങ്ങളും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. ഓണം, ക്രിസ്തുമസ്, ഈദ്, വിഷു തുടങ്ങിയ എല്ലാ ഉത്സവങ്ങളും അവർ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. കൂടാതെ ദേവാലയ ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, കാർഷിക ഉത്സവങ്ങൾ എന്നിവയും ഇടുക്കിയിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക മഹത്വം പുറം ലോകത്തേക്ക് എത്തിക്കുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇടുക്കി ജില്ലയുടെ പ്രാദേശിക കലാരൂപങ്ങൾ ഇപ്പോൾ ലോകം അറിയേണ്ടത് ഓരോ ഇടുക്കിക്കാരൻ്റെയും അതിലുപരി ഓരോ മലയാളിക്കാരൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ: 1. സാംസ്കാരിക മേളകൾ സംഘടിപ്പിക്കുക. വിദ്യാലയങ്ങളിലും കോളേജുകളിലും യുവതലമുറയെ പ്രാദേശിക കലാരൂപങ്ങൾ ഉൾപ്പെടുത്തുക. ഇതിലൂടെ ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക പൈതൃകം വിദൂര ദേശങ്ങൾക്ക് എത്തിക്കുവാൻ സാധിക്കും. 2. സോഷ്യൽ മീഡിയ പ്രചാരണം. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടുക്കിയുടെ സാംസ്കാരികത്തെ പറ്റിയുള്ള വീഡിയോകൾ, ചിത്രങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിലൂടെയും ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക പൈതൃകം വിദൂര ദേശങ്ങൾക്ക് എത്തിക്കുവാൻ സാധിക്കും. ടൂറിസം പ്രൊമോഷൻ പ്രോഗ്രാമുകൾ. ഇടുക്കി സർക്കാർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിംഗ്, സ്വകാര്യ സംഘടന എന്നിവയുടെ സഹകരണത്തോടെ ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിച്ച് ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക പാരമ്പര്യം വിദൂര ദേശങ്ങൾക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ മേഖലകൾ ഉൾപ്പെടുത്തൽ. സ്കൂൾ പാഠപദ്ധതികളിൽ നിന്നും ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക പാരമ്പര്യം ഉൾപ്പെടുത്തുന്നതിലൂടെ ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക മഹത്വം വളർന്നു വരുന്ന തലമുറയെ കൂടി ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്നവയാണ്. സാംസ്കാരിക ഗവേഷണ കേന്ദ്രങ്ങൾ. പ്രാദേശിക കലാരൂപങ്ങളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനും വേണ്ടി പ്രത്യേകത ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക പൈതൃകം വിദൂര ദേശങ്ങൾക്ക് എത്തിക്കുവാൻ സാധിക്കുന്നവയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ സാംസ്കാരികവും പാരമ്പര്യം ഉയരും. അതോടൊപ്പം ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക പൈതൃകവും നിലനിൽക്കും. ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക മഹത്വത്തിന് വേണ്ടത്ര പ്രചാരം ലഭിക്കാത്തതിൻ്റെ കാരണങ്ങൾ. 1. ഗവേഷണ രേഖപ്പെടുത്തലിൻ്റെ കുറവ്. ഇടുക്കി ജില്ലയുടെ സാംസ്കാരികത്തെപ്പറ്റി ശാസ്ത്രീയ പഠനങ്ങൾ, ലേഖനങ്ങൾ, ഡോക്യുമെൻറ്റുകൾ തുടങ്ങിയവ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ തനതായ കലാരൂപങ്ങൾ രേഖപ്പെടുത്താതെ തലമുറകൾക്കൊപ്പം മാഞ്ഞു പോകുന്നു. 2. ഇടുക്കി ജില്ലയുടെ ഭൗതിക സ്ഥിതി. ഇടുക്കി ജില്ലയിലെ പല പ്രദേശങ്ങളും കാടുകളാലും കുന്നുകളാലും ചുറ്റപ്പെട്ടു കിടക്കുകയാണ്. അതിനാൽ ഇവിടെ നടത്തുന്ന സാംസ്കാരിക പരിപാടികൾ, മേളകൾ, ഉത്സവങ്ങൾ എന്നിവയ്ക്ക് പുറലോകത്തു നിന്നുള്ള ജനതയ്ക്ക് എത്തിപ്പെടുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇത് പാരമ്പര്യ കലാരൂപങ്ങളിൽ ജനശ്രദ്ധ കൂടുതൽ നേടാതെ പോകുന്നു. 3. ടൂറിസത്തിൻ്റെ ശ്രദ്ധ ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യത്തിലേക്ക് മാത്രമാകുമ്പോൾ ഇവിടുത്തെ സാംസ്കാരിക കലാരൂപങ്ങൾ, ആദിവാസി കലകൾ, നാട്ടുത്സവങ്ങൾ എന്നിവയ്ക്ക് വേണ്ടത്ര സ്വാധീനം ലഭിക്കാതെ പോകുന്നു. പ്രചാരണത്തിൻ്റെ അഭാവം. ഇടുക്കി ജില്ലയിലെ പല തനതായ കലാരൂപങ്ങളും സമൂഹത്തിലെ മാധ്യമങ്ങളിലെയും ടെലിവിഷനിലെയും സംക്രമിക്കാതെ പോകുന്നു. അതോടൊപ്പം തന്നെ പ്രാദേശിക കലാകാരന്മാർക്ക്
കലാകാരന്മാർക്ക് സോഷ്യൽ മീഡിയ സംരംഭം ലഭിക്കാതെ പോകുന്നു. യുവതലമുറയിലെ അനാസക്തി. പുതുതലമുറ പ്രാദേശിക കലാരൂപങ്ങളിൽ ഉൾപ്പെടുവാനുള്ള മടി കാണിക്കലും ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക മഹത്വം പുറം ലോകം അറിയിക്കാൻ പറ്റാതെ പോകുന്നു. ഇതൊക്കെയാണ് ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക മഹത്വത്തിൽ പുറം ലോകം അറിയാത്തതിൻ്റെ കാരണങ്ങൾ. ഇടുക്കി ജില്ല കേരളത്തിൻ്റെ സാംസ്കാരിക പടവങ്ങളിൽ ഒരു മാണിക്യം പോലെ തിളങ്ങുന്ന ഒരു പ്രദേശമാണ്. പ്രകൃതിയും മനുഷ്യനും ചേർന്ന് നിർമ്മിച്ച ഇവിടുത്തെ സാംസ്കാരികം പുറം ലോകം അറിയേണ്ട ഒരു അതുല്യ നിധിയാണ്. വിദ്യാഭ്യാസം, ടൂറിസം, സമൂഹ പങ്കാളിത്തം എന്നിവയെല്ലാം പുറം ലോകം അതിനോടൊപ്പം തന്നെ പ്രാദേശിക ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയരുന്നു. അതിനാൽ ഇടുക്കി ജില്ലയുടെ സംസ്കാരം സംരക്ഷിക്കുകയും അത് പുറലോകം പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നന്ദി. താങ്ക് യു.